ഹേ ഫ്രണ്ട്സ്, നമ്മൾ ഓണം പൂക്കളത്തിൻ്റെ ഡേ 1 ആണ് കേട്ടോ ഇത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പൂക്കളം ഡിസൈൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവല്. ഓണം വരെ നമ്മൾ എല്ലാ ദിവസവും അതിൽ വെറൈറ്റി ഡിസൈൻസ് പരീക്ഷിക്കുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ബിഗിനർക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ടൊരു ഓണം പൂക്കളം ഡിസൈൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡിലും ആദ്യം വരുന്നത് കുറച്ച് പൂക്കൾ മേടിക്കുക, അത് വെച്ചിട്ട് നല്ല ഡിസൈൻസിലുള്ള ഒരു പൂക്കളം തയ്യാറാക്കുക, ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. പക്ഷെ വരക്കാൻ അറിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അധികം ആളും അതിലൊന്നും മടിക്കലുണ്ട്. ഇനി അത് വേണ്ട കേട്ടോ, നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കല് നമുക്ക് ഇനി ഓണം വരെ നമുക്കൊന്ന് വരച്ച് പഠിക്കാവേ. നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ തറയിലൊക്കെ പൂക്കൾ ഇടുന്ന സമയത്ത് നമ്മൾ ഈ ചോക്കിൽ നൂല് കെട്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ അധികം ആളും ട്രൈ ആക്കൽ. എൻ്റെ വീട്ടിലെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. ഇന്ന് ഞാനിപ്പം A4 മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ സ്പീഡാണെന്ന് തോന്നുന്നവർക്ക് ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് ഡിസൈൻ വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് വരക്കലെന്നൊക്കെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന രീതിയിൽ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റിലാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് വരച്ച് ട്രൈ ആക്കിയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാൻ നോക്കിയത്. ഈ ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കളർ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ആടിപ്പോൾ നമ്മൾ ഡിസൈനൊന്നും വരക്കാണ്ട് പൂക്കൾ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഫില്ല് ചെയ്താന്നുള്ള രീതിയിലാണ് കേട്ടോ കളറാക്കി കൊടുത്തത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ബാക്കി എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ.